ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കള്ളനെ പോലെ കയറും പിടിച്ച് ഓടുവിളക്കി എന്നെ കാണാൻ വരരുതെന്ന്. കാരണന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചാണ് കീഴ്വഴക്കം നമ്മളായിട്ട് തെറ്റിക്കണോ? നമ്മളായിട്ട് തെറ്റിക്കണോന്നോ? എന്റെ അമ്മാവൻ ഒന്നാമത് കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങാർക്കാണെങ്കിൽ ഈ പ്രേമം പ്രണയം എന്ന് പറഞ്ഞൊരു സാധനം ഇഷ്ടമല്ലാത്തൊരു കാര്യം. അതിന് ഞാൻ ഈ പാതിരാത്രി അമ്മാവന് പെണ്ണ് കാണാൻ വേണ്ടി വന്നതല്ല, ഞാൻ എന്റെ പൊന്നിനെ കാണാൻ വേണ്ടി വന്നതല്ലേ. എന്നെ കാണാനോ? പറ്റത്തില്ല. ദേ കല്യാണത്തിന് മുമ്പ് ഒന്നും പാടില്ല, ഇറങ്ങിപ്പോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നെ എന്തായാലും കെട്ടാൻ വേണ്ടി ഇരിക്കണം. ഒരു ദിവസം ഞാൻ ഇന്ന് ഇവിടെ തങ്ങും. ഇവിടെ തങ്ങാനോ? എന്റെ ദൈവമേ, അമ്മാവൻ കണ്ടോണ്ടോന്ന് അത് മതി. ഇറങ്ങിപ്പോ. നീ ഏത് കാലഘട്ടത്തിലേ ജീവിക്കണത്? എടി, റിലീസിന് മുമ്പ് പ്രീവ്യൂ ഷോ വരെ ഉള്ള കാലാണിത്. തൽക്കാലം ഒരു ടീച്ചർ ഒരു ടീച്ചറിൽ അങ്ങനെ ഒതുക്കല്ലേ, ഒരു ട്രailer-എങ്കിലും താ. മനസ്സിലായില്ല. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെട്ടിപ്പൊളന്ന് ഞാൻ ഇവിടെ ഇറങ്ങി ഓടാൻ നോക്കാം, ആരെങ്കിലും കാണുന്നതിന് കേട്ടോ. അല്ലെങ്കിലും അതെ, ഞാൻ എന്തെങ്കിലും ഒരു സ്നേഹമായിട്ട് വന്നോ അപ്പൊ അവള് എന്റെ മെക്കിട്ട് വരും. പൊന്നെ ഓടുന്നു ചക്കര കുക്കുടാച്ചി. എന്നെ എന്തിനിങ്ങനെ സ്നേഹിച്ചങ്ങ് കൊല്ലുന്നേ? അല്ലാണ്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പോലീസുകാർ കൊണ്ട് ഓടി പൊട്ടി. അല്ലാണ്ട് കൊന്ന നിന്നെ ഞാൻ സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലും. അതെ, ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ട്. ചേട്ട എന്നെ കൈകൊണ്ട് കോരി എടുത്ത് ഇങ്ങനെ വട്ടം ഒന്ന് കറക്കിയെന്ന്. അത് മാത്രല്ല, പിന്നെ ബൈക്കില് 100-110 നമ്മളൊരൊറ്റ പോക്കി കൊച്ചിയിലോട്ട്. ഈ സ്വപ്നത്തിന്റെ ബാക്കി നീ കണ്ടാർന്നോ? ഇല്ല. നമ്മൾ രണ്ടുപേരും ആശുപത്രി കിടക്കണത് എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ ഇതൊക്കെ എന്ത് സ്വപ്നം? അതൊക്കെ ഞാൻ കണ്ട സ്വപ്നം. എടി, ഒരു കാട്ടില് ഞാനിങ്ങനെ നിൽക്കുക, മുതളിക 2 ആന എന്റെ അടുത്തേക്ക് പാഞ്ഞു വരുക. എന്റെ ദേഷ്യം നിനക്കറിയാലോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ മുതളിക ആനനെ കണ്ട പിന്നെ എനിക്ക് പ്രാന്ത. ഞാൻ ഒരു ആനനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചു മറ്റേ ആനയുടെ തുമ്പിക്കയെ പിടിച്ച് ടക്ക് 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 4 അടി. എന്നിട്ടൊരു മാസ് BGM ആ ഹെലികോപ്റ്റർ കയറി ഒരൊറ്റ പോക്ക്. കുറച്ച് ഓവറാന്ന് തോന്നില്ലയോ? കുറച്ച് ഓവറാന്ന് എനിക്ക് തോന്നി. പക്ഷെ ഈ സ്വപ്നത്തിന്റെ ഡയറക്ടർ ആരെന്നറിയാമോ? പൃഥ്വിരാജ്. കുറച്ച് മാസൊക്കെ വേണം. നിങ്ങൾ ഈ മാസം പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? വല്ല ആമ്പിള്ളാരും വന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോകും, നോക്കിക്കോ. പിന്നെ ചേട്ടാ, എന്തോ കല്യാണത്തെ പറ്റിയൊക്കെ പറ. കല്യാണത്തെ പറ്റി നീ ഒന്നും പേടിക്കണ്ട. കല്യാണം നമ്മൾ വെറുതെ ലളിതമായിട്ട് നടത്തുള്ളൂ. പക്ഷേ ഹണിമൂൺ ഇത് ഞാനങ്ങ് ആഘോഷിക്കും. പിന്നെ ഈ കല്യാണത്തിന്റെ കേട് ഞാൻ തീർക്കും. എനിക്ക് നാണം വരുന്നു. ഹണിമൂൺ നമ്മൾ എവിടൊക്കെ പോകും പറ. എന്താ പൊന്നെ, നീ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. കേട്ടപ്പോ തന്നെ ടെൻഷനായി. എന്റെ ദൈവം, നമ്മള് പോകുന്നത് എവിടെ അറിയാമോ? ഊട്ടി, മൂന്നാർ, കനാലു വഴി കുളു, മണാലി വഴി തിരിച്ചു വന്നിട്ട് കാശ്മീർ. നമ്മൾ എവിടൊക്കെ പോകുന്ന പറഞ്ഞേ? നമ്മൾ ഒരു സ്ഥലത്തും പോണില്ല. നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കരിയില കത്തിച്ച് തീ കായും. അല്ലെങ്കിലും എനിക്കറിയാം ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടല്ലെന്ന്, എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും. ഞാൻ തണുപ്പിനെ അതിജീവിക്കും. നീ ആര് പെഞ്ചിനാ?